ഞാൻ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരകിരീട് സിംഹകൾക്ക് ജന്മവേകും നരകത്തിൽ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരകിരീട് സിംഹകൾക്ക് ജന്മവേകും ഒരിക്കലും തൊഴില ഞാൻ ലഹരിയെ അതൊക്കെ പണ്ട്. ഇപ്പൊ വന്ന ഹൈബ്രിഡുകളുടെ കാലമല്ലേ. ഒരു മനസ്സുഖം. പക്ഷേ ഇനി ഒന്ന് ഓർക്കണം, നിങ്ങൾ ഈ തോന്നി കളയുന്ന ഓരോ ലഹരി കേസുകളുടെ പിന്നിലും ശീതളമാകുന്ന കുറെ കുടുംബ ബന്ധങ്ങളുണ്ട്. ജീവിതങ്ങളുണ്ട്. അതൊന്നും നീ അറിയിക്കേണ്ട ആവശ്യമില്ല. അതെനിക്കേ അറിയൂ. എടുത്തോണ്ട് പോയി. ഇതാണ് അവസ്ഥ. എന്നിട്ട് ചോദിച്ചാലോ, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അത്രേ. വീട്ടിൽ ഇതാണ് അവസ്ഥയെങ്കിൽ സ്കൂളിൽ ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിക്കേ. അയ്യോ സൽമാനല്ലാതാ ദുൽഖർ സൽമാനെ എന്ത് വിളിക്കണായിരിക്കും. രണ്ടക്ഷരം പഠിക്കുന്നില്ല. പഠിക്കാനുള്ള മെക്കെട്ട് കയറി നടന്നോളൂ. എല്ലാവരും ഒന്നാണെന്നും ഒന്നായിരിക്കണമെന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ജാതി, നിറം, മതം എന്തെങ്കിലും പറഞ്ഞ് കുട്ടികളെ തമ്മിലടിപ്പിക്കുന്നു.
നിനക്ക് അറിയാണ്ടിരിക്കണ്ട ഞാൻ അങ്ങനെ പറയണ്ടേ അതൊക്കെ ഒരു പ്രാവശ്യം അടിച്ചിട്ട് എന്താ കോളേജിലൊക്കെ പൊളിമൂടെ നമ്മുടെ ചെക്കനൊരു പാട്ടോടി കൊടുത്താടാ എടാ എന്റെ ഒരു സാധനമുണ്ട് നീ അത് വലിച്ചു കഴിഞ്ഞാ ഒരു ഉപ്പാപ്പ വരെ ട്രിപ്പിംഗ് മൈൻഡായിരിക്കും ആലോചിച്ച് പറഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ട് നല്ല ക്യാഷുകളാവും നമ്മൾ പറ്റുവാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അതന്നെ പറഞ്ഞു പൈസകളുടെ പരിപാടിയാണ് പൈസ കിട്ടാൻ വേണം ആരൊക്കെ വന്നിട്ടാണെങ്കിൽ എനിക്കതിനകത്ത് പറ്റില്ല ഓക്കെ പൈസ ഇല്ലാണ്ട് അടുത്ത ഒരാഴ്ച ഈ അടിപ്പാറയും അത്ര തരാം പക്ഷേ എനിക്ക് വേണ്ടി ചെറിയൊരു ഉപകാരം ചെയ്യണം അതിന് നീ ഓക്കെ ആണെങ്കിൽ നാട്ടുകാരെ നിങ്ങളുടെ കാര്യം പറയണ്ടേ രാത്രിയാക്കാൻ നട്ടപ്പാതിരാക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു പയ്യനെ ഉപകാരം ഉപകരിക്കല്ലേ പ്ലീസ് ഇത് തീരുമാനിക്കേ ലോകം മാറുകയാണ് നാമും മാറണം മാറ്റത്തിനൊട്ട് നമ്മുടെ കുട്ടികളെയും മാറ്റണം മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം തോൽവിയെ മറക്കാനുള്ളതല്ല ലഹരി മറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പൊരുതിയാണ് യഥാർത്ഥ ലഹരി ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിരായിരങ്ങൾ സാക്ഷിയെ ശാന്തിയുള്ള സ്വർഗമല്ല ലഹരി മരണക്കെടിയത് തിന്മകൾക്കു ജന്മമേകും മരണ ദുരിത വഴിയിൽ ഒരിക്കലും തൊടില്ല ഞാൻ ലഹരി